കാരണം ഈ കുട്ടികളോട് അവരെ നിങ്ങൾ ഇന്ന് അടക്കി ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഒരുപാട് കഴിവുകൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ വിചാരിക്കുക എൻ്റെ കുട്ടി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അവളിപ്പോൾ എവിടാണെന്നാവോ എന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ ആ കുട്ടി എല്ലായിടത്തും പറന്ന് നടക്കട്ടെ, ആ കുട്ടിയുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതേ സ്ട്രാറ്റജി അല്ല ഇവിടെ ഇരിക്കുന്ന മറ്റു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ വിദ്യാർത്ഥികളായ കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് എന്താണ്? പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. കുട്ടികൾക്ക് അവർക്ക് ഉയർന്നു പോയി വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് എത്താൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തേണ്ടത് എന്ന കൃത്യമായൊരു ബോധമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊക്കെ മേഖലയിലൂടെ പോയാലാണ് ഉയരാൻ പറ്റുക? നിങ്ങൾ സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ള കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാറിലെ അബൂബക്കർ സിദ്ദീഖിനടുത്തോ ഷിഹാബിനടുത്തോ അതേപോലെ തന്നെ ഷഹീനടുത്തോ അതേപോലെ തന്നെ അൻവറിനടുത്തോ ആരെ നിങ്ങൾ എടുത്താലും ശരി, അശ്വിനടുത്തോ ആരെ നിങ്ങൾ എടുത്താലും അവർ കുട്ടിക്കാലം മുതലേ അതിലേക്ക് ലക്ഷ്യം വെച്ചതാണെന്ന് അവർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ CSR കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ പോലെയുള്ള പുസ്തകങ്ങൾ അവർ വായിച്ചു തുടങ്ങിയത്. അവർക്ക് ചെറുപ്പത്തിൽ അതിനുള്ള സ്കില്ലുണ്ടെന്ന് അവർ ടെസ്റ്റുകൾ നടത്തിയത്. അങ്ങനെ ഈ വിദ്യാർത്ഥി കൂട്ടങ്ങൾക്ക് എവിടേക്ക് എത്താൻ പറ്റുമെന്ന കൃത്യമായൊരു ബോധത്തോടെ അവരെ വളർത്തി വലുതാക്കുക എന്ന നിർബന്ധമാണ്. പ്രത്യേകിച്ചും കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉപദേശിക്കുകയല്ല കേട്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് പറയാം. ഞാൻ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്. അഥവാ നമ്മൾ ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന, ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് ഫുട്ബോളേഴ്സ് എന്ന് പറയുന്നവർ വരെ അവരിന്ന് മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാട്ടെ. ഇന്ന് കുട്ടികള്, ഞങ്ങളൊക്കെ കാലഘട്ടത്തില് ലോകകപ്പ് കാണുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിലെ എന്താ പറയാ, മറഡോണ എത്ര ഗോൾ അടിച്ചു എന്നാണ് ശ്രദ്ധിക്കുക. മറഡോണ എത്രമാത്രം കപ്പുകൾ വാങ്ങിച്ചു എന്നാണ് നമ്മൾ നോക്കുക. ബാറ്റിസ്റ്റൂട്ടയും കെനീജയും എത്ര ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ നോക്കുക. പക്ഷെ ഇന്നത്തെ കുട്ടികൾ മെസ്സി എത്ര ഗോൾ അടിച്ചു എന്ന് മാത്രമല്ല നോക്കുന്നത്, മെസ്സിയുടെ കാറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുന്നു. മെസ്സിക്ക് ലോകത്തിൽ എവിടേക്കാണ് വീടുള്ളത് എന്ന് നോക്കുന്നു. മെസ്സിയുടെ ഓരോ അടയാളങ്ങളും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര വൈഡ് റേഞ്ചിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിരിക്കും. ആ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ ആളുകളും അവരുടേതായ മൂല്യത്തോടു കൂടി പോകുന്നവരാണ്. അവരുടെ മൂല്യമില്ലായ്മയെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന കളിക്കാർ പോലും മൂല്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ലോകകപ്പിന്റെ സമയത്ത് തന്റെ മുമ്പിൽ വന്നിട്ടുള്ള കൊക്കക്കോളയുടെ ഒരു കുപ്പി അങ്ങോട്ട് മാറ്റിവെക്കേണ്ടി വന്നത്. ജീവിതത്തിൽ ഞാൻ അത് കുടിച്ചിട്ടില്ല എന്ന് ആരാ പറയുന്നത്? ഒരു ഫുട്ബോളറാ പറയുന്നത്. അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം പേജുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാ പറയുന്നത്, ഞാൻ ജീവിതത്തിൽ ഈ സാധനം കുടിച്ചിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആകണമെന്നല്ല. ഇതിൽ കൊക്കക്കോളയും പെപ്സിയൊക്കെ കുടിക്കുന്നവരെ ഇരിക്കുന്നവരൊക്കെയും, പക്ഷെ അവരത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നത്. കുട്ടിക്കാലത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള അമ്മ എവിടെ നിന്ന് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു മോനെ റൊണാൾഡോയിലൂടെ നമ്മൾ കണ്ടെത്തുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കുട്ടിക്കാലത്ത് ഗർഭമുള്ള സമയത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്, അബോർഷന് ശ്രമിച്ചതാണ്. അബോർട്ട് ചെയ്യാമെന്നുള്ള ഒരു വല്ലാത്തൊരു ധാരണയിൽ അമ്മ പോകുമ്പോൾ, അഥവാ തനിക്ക് അതിന് മൂത്ത 2-3 മക്കൾ ഉണ്ടായതുകൊണ്ട് ആ കുട്ടികളെ നോക്കാൻ തന്നെ കഴിവില്ല എന്നതിൽ നിന്നാണ് ഈ മോനെ വളർത്തണമെന്ന ചിന്തയിലേക്ക് എത്തിയത്. അവസാനം അമ്മ മനസ്സുണരുന്നു. അമ്മ മനസ്സുണർന്നത് കൊണ്ട് ആ കുട്ടി ജനിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ന് ലോകകപ്പിന്റെ ഏത് ഭാഗത്ത് പോയാലും, ഇനി ഏത് ക്ലബിന്റെ കളിയായാലും, അമ്മയുടെ വിളി കേട്ടാൽ ഓടിയെത്തുന്നവന്റെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. കൊല്ലാൻ നോക്കിയ അമ്മയുടെ അരികിലേക്ക് സ്നേഹത്തോടെ ഓടിയെത്തുന്ന ആ മൂല്യമാണ് അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എനിക്കിവിടെ മതം കൈകാര്യം ചെയ്യുന്ന ആളുകളോട്, കുറെ ആൾക്കാരുണ്ടാവും, എന്നെ നിങ്ങൾ വെറുതെ വിട്ടേക്കണം. ചില ആളുകൾ അവരെ കുറ്റപ്പെടുത്താനായിട്ട് പ്രസംഗിക്കും, ചിലർ മെസ്സിയെ മോശാക്കാനായിട്ട് പ്രസംഗിക്കും. ഞാൻ ഏതായാലും ആളുകളെ മോശാക്കാനുള്ള പ്രസംഗത്തിലൊന്നുമില്ല. ആളുകളുടെ നന്മ പറഞ്ഞങ്ങനെ പോയാൽ മതി. അവിടെ തിന്മകളെ കുറിച്ചിട്ട് അവരും അവരുടെ അള്ളാഹുവും തമ്മിൽ തീരുമാനിച്ചു കൊള്ളട്ടെ. അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ടത് പറയല്ല, എൻ്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥവാ എത്രത്തോളം തൻ്റെ മക്കളോട് സ്നേഹമുണ്ടെന്ന് ലോകകപ്പിന്റെ സമയത്ത് കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആര്? നിങ്ങളുടെ മെസ്സിയും. കാരണം കപ്പ് ഏറ്റുവാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്തിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ ചീഫ് സെക്രട്ടറി വന്നിട്ട് ചോദിക്കുകയാണ്, സാർ നിങ്ങൾ ആരെയാ നോക്കുന്നത്? എനിക്കെൻ്റെ മക്കളെ കാണണമെന്നാ പറഞ്ഞത്. 32 രാജ്യങ്ങൾ തെരഞ്ഞെടുത്ത 32 രാജ്യങ്ങളിൽ നിന്നും ഫസ്റ്റ് എടുത്തിട്ട് കപ്പ് വാങ്ങിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്നെനിക്ക് ആദ്യം കാണേണ്ടത് മക്കളെയാണ് എന്ന് പറഞ്ഞ ദ ഗ്രേറ്റ് മെസ്സിയെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് പ്രസംഗത്തിന് കോപ്പുകൂട്ടാനല്ല. ഒരാൾ അമ്മയിലേക്ക് നോക്കുമ്പോൾ മറ്റൊരാൾ മക്കളിലേക്ക് നോക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ തിരക്ക് പിടിച്ചിട്ട്, അവരുടെ അത്ര തിരക്കൊന്നും നമുക്കില്ലല്ലോ. എല്ലാ ദിവസവും കളിയും. കാലൊന്ന് ഇങ്ങനെ ആക്കിയാൽ 5 കോടിയാണ് അവർക്ക് ചുരുങ്ങിയത്. വെറുതെ കാലൊന്ന് അളക്കിയാൽ അത്രയും വിലയാണ്.
1500, 1700, 2000 കോടിക്കൊക്കെയാണ് അവരെന്താക്കുന്നത് ഒരു കൊല്ലത്തിൽ കളിക്കുന്നത്, ഒരു വർഷത്തിൽ. പിന്നെ പരസ്യങ്ങളോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പരസ്യത്തിൽ ഏതെങ്കിലും നിന്ന് കൊടുത്താൽ കോടാന കോടികൾ അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ കോടികളെ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾ വരെ ഒരിക്കലും അമ്മയെ മറക്കാറില്ല, ഒരിക്കലും തൻ്റെ മക്കളെ നോക്കാൻ സമയം കണ്ടെത്താത്ത അവസ്ഥ വരാറില്ല. സമൂഹത്തെ, നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹത്തോട് ബന്ധം നിലനിർത്താൻ വലിയ പ്രയാസമാണ്. കാരണം സമൂഹത്തോട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഞാൻ തെയ്യമ്പാട്ടിലെ കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ 3-4 സുഹൃത്തുക്കൾ ഉണ്ടാവും. കട്ട ഫ്രണ്ട്സ് എന്നും ചങ്ക് ബ്രോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇവർ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ. എന്നാൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണത്തിൽ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ നമുക്കൊരു പ്രയാസമുണ്ട്. കല്യാണത്തിൽ ഇപ്പൊ ഇവിടെ തന്നെ ഈ കുടുംബ സംഗമത്തിൽ വന്നിട്ട് നമ്മൾ ആ സീറ്റിൽ വന്നിരുന്നു എന്നല്ലാതെ ഒരു വയസ്സനെ കാണുമ്പോൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം, സോഷ്യൽ റാപ്പോ എന്നുള്ളതിന് പറയാം. പ്രായം ചെന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വെല്ലിപ്പായ എന്ന് ചോദിക്കാത്ത എന്തോ ഒന്ന് നമുക്കുണ്ടെങ്കിൽ ഒരു സോഷ്യൽ റാപ്പോ ഇല്ലാത്ത ആളാണ് നമ്മൾ. ഒരു വെല്ലിമയെ കാണുമ്പോൾ ഇവിടെ യുവതികളായ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളായ ആളുകൾ നിങ്ങൾ എവിടെ നിന്നാ ഇത്ത എന്നൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആളുകളോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുക്കണം. കാരണം എന്തിനാണെന്നറിയോ? അയാൾ ഇനി ഒരു പക്ഷേ ഈ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകില്ല. പരിചയക്കാരോട് ചിരിക്കാൻ നമ്മൾ മറന്നാലും അയാൾ പിന്നെയും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മളെ നാട്ടുകാരോട് ചിരിക്കാൻ മറന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണുന്നവരെ നമ്മൾ ചിരിക്കാൻ മറക്കരുത്. കാരണം വീണ്ടും ഒരു ചിരിക്ക് അയാളെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്തവരെ പരിചയപ്പെടലാണ് സോഷ്യൽ റാപ്പോ. ഇതാപ്പോ ഈ ഫ്രണ്ടിലിരിക്കുന്ന കുറെ വല്യമ്മമാര്, ഞാനിവിടെ ഇരിക്കുന്ന ഈ വയസ്സായ ആൾക്കാർക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. പിന്നെ സ്റ്റേജ് അലങ്കോലാക്കണ്ട വിചാരിച്ചു. ഒരാൾ സ്റ്റേജിൽ ഉണ്ട്, നിങ്ങൾ എല്ലാവർക്കും കൈ കൊടുക്കലും അതൊരു ഷോ ഓഫാണ്. അവിടെ പറ്റിയവർക്ക് കൈ കൊടുത്തു. പ്രായം ചെന്നവരെ മാനിക്കാത്ത നമ്മുടെ ഒരു കാലഘട്ടമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ദുരന്തമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാല് ഇന്നത്തെ ഈ സംഗമത്തിൽ വന്നിട്ട് നമ്മൾ എത്ര ആളുകളെ പരിചയപ്പെടും. ഞാൻ ഇടയ്ക്ക് എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, യൂറോപ്പിലൊക്കെ സ്കൂളിൽ വിവാഹത്തിന് പോയാൽ, മാരേജ് ഫംഗ്ഷന് പോയാൽ സ്പെഷ്യൽ മാർക്കാണ്. നമ്മളെ കല്യാണത്തിന് പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക, ഭക്ഷണം കഴിക്കുക, പോരുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടി. പക്ഷെ അവിടെ സോഷ്യൽ റാപ്പോ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണത്തിന് പറഞ്ഞേക്കുന്നത്. ഞായറാഴ്ചകളിൽ മാത്രം നടക്കുന്ന ഫംഗ്ഷന് പോകുമ്പോൾ അവിടുത്തെ എത്ര ആളുകളെ പരിചയപ്പെട്ടു, എത്ര ആളുകൾ ന്യൂ ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ടു, ഇതൊക്കെ റെക്കോർഡാക്കി കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ മാർക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നതാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അപ്പൊ ഇവിടുത്തെ തെയ്യമ്പാട്ടിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സോഷ്യൽ റാപ്പോയുള്ള ആളുകളാകണം. ഞങ്ങൾ ഇത് രണ്ടാളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ രണ്ടാളെ വിട്ടുപോയി. അതിലൊന്ന് എംബാപ്പയാണ്. എംബാപ്പയെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ ആദ്യം കണ്ട കളി അവരുടേതായത് കൊണ്ട് അവരുടെ ഒരു ചെറിയ ഒരു ഇതുണ്ടാവും എനിക്ക്. 1986 ഞാൻ ആദ്യമായിട്ട് ലോകകപ്പ് കാണുന്നത്. 76 ജനിക്കുന്നത്, 86 എന്ന് എനിക്ക് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സുള്ള സമയത്ത് ആദ്യം ലോകകപ്പ് കാണുന്നത്. അന്നത്തെ താരത്തിന്റെ പേരാണ്, അന്ന് കപ്പെടുത്ത ആളുടെ പേരാണ് മറഡോണ. അതുകൊണ്ട് ആ ടീമിനോട് എനിക്കൊരു ചെറിയ ഇഷ്ടമുണ്ട്. പക്ഷെ എന്നതിന്റെ ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് അന്നത്തെ ദിവസം അർജന്റീന കപ്പെടുക്കട്ടെ എന്നെന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ രാവിലെയുടെ ഒരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് തോന്നി, ഇനി അർജന്റീന കപ്പെടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം എംബാപ്പെ കപ്പെടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ. അതിനെന്താ കാരണം എന്നറിയോ? നിങ്ങൾ അന്നത്തെ പത്രങ്ങളൊന്ന് എടുത്തു നോക്കുക. വൈകുന്നേരം നടക്കുന്ന ഫൈനലിന് മുമ്പേ എംബാപ്പയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കിന്ന് ഏകദേശം 600 കോടി, ഇന്ത്യൻ റുപ്പീസിലേക്ക് ആക്കിയാൽ 600 കോടിയാണ്. 600 കോടി രൂപ നിങ്ങൾ കപ്പെടുത്താൽ കിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം കപ്പെടുത്തത് നിങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം കപ്പെടുത്താൽ 600 കോടി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഈ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു വികലാംഗനാണ്, അതുകൊണ്ട് ലോകത്തിലെ വികലാംഗരായ കുട്ടികൾക്ക് ഞാൻ അത് വിതരണം ചെയ്യുമെന്നാണ്. ദാറ്റ് ഈസ് സോഷ്യൽ റാപ്പോ. എന്ന് വെച്ചാൽ ഒരാള് അമ്മയെ സ്നേഹിക്കുന്നു, ഒരാള് മക്കളെ സ്നേഹിക്കുന്നു, മറ്റൊരാള് സമൂഹത്തെ സ്നേഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിലും കളിക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വാല്യൂസും കൂടി കണ്ടുകൊണ്ടാണ്. ഞാനിത് കുട്ടികളോട് പറയുന്നത്, നമ്മളെപ്പോഴും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ ഫുട്ബോളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോകുന്നത്. അവരുടെ ഉള്ളിൽ ആ വാല്യൂസ് കൊണ്ട് നടക്കുന്നു എന്നതാണ്. ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് സ്നേഹത്തോടെ നമ്മൾ നോക്കി നിന്ന ഒരാളുടെ പേരാണ് മാതാവ്. ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടം നിങ്ങളിപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും ഉണ്ടാകാം. ആഘോഷിക്കുന്നവർ ആ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ദിവസത്തിൽ നിങ്ങൾ
നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, കേക്ക് കൊണ്ടുവരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ചെയ്യണോ ചെയ്യണ്ടോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ജനിച്ചതിന് ശേഷം മാത്രം നമ്മളെ സ്നേഹിച്ചവരുടെ പേരാണ് സ്നേഹിതന്മാർ. നമ്മളെ കണ്ടുമുട്ടിയതിന് ശേഷം മാത്രമേ അവർ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളൂ. നമ്മുടെ കുസൃതി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കണ്ട്, നമ്മുടെ പഠനം കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭംഗി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൗഢി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കണ്ട് വ്യത്യസ്തമായ ആംഗിളിലാണ് ഫ്രണ്ട്സ് നമ്മളെ ഇഷ്ടപ്പെട്ടത്. എന്നാൽ നിങ്ങളെ പ്രസവിക്കുന്ന ദിവസം, അതിന് മാസങ്ങൾക്ക് മുമ്പേ തന്റെ വയറിങ്ങനെ തലോടിയിട്ട് എന്റെ കുട്ടി കറുത്തവനാണോ എന്നറിയില്ല, എന്റെ കുട്ടി വെളുത്തവനാണോ എന്നറിയില്ല, എന്റെ കുട്ടിക്ക് കാലുണ്ടോ എന്നറിയില്ല, എന്റെ കുട്ടിക്ക് കൈയുണ്ടോ എന്നറിയില്ല, അതോ അന്ധനാണോ എന്നറിയില്ല, ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ എന്നറിയില്ല. അതിനു മുമ്പേ നമ്മുടെ മാതാവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു, നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ട്, മാതാക്കൾ, ഇതിനി വേറെ ഈക്വാലിറ്റി ഉണ്ടായില്ല എന്ന് പറയരുതേ, ഞാനൊരു സിംബോളിസം പറയാണ്. മാതാക്കൾ എപ്പോഴും കുട്ടികളെ ഒക്കത്താണ് വെക്കുക, ഇങ്ങനെ വെക്കും. കാരണം ഇങ്ങനെ തലയോട് തല ചേർന്ന് എല്ലാം ഞാൻ കാണുന്നതൊക്കെ കാണുമോളെ, ഞാൻ കാണുന്നതൊക്കെ കാണുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് നമ്മുടെ മാതാവ്. അത് സെയിമാണ്. ഞാൻ കാണുന്നതൊക്കെ എന്റെ മക്കൾ കാണട്ടെ, ഞാൻ കാണുന്നതൊക്കെയും എന്റെ കുട്ടികൾ അനുഭവിക്കട്ടെ, അതിനാണ് ഒക്കത്ത് കൊണ്ട് നടക്കുന്നത്. ഞാനൊരു സിംബോളിസം പറയാണ്. എന്നാൽ പിതാക്കന്മാരെ കുട്ടികളെ മിക്കവാറും ചുമക്കാറുള്ളത് ചുമലിലാണ്. ചുമലിൽ ഇങ്ങനെ വെച്ചിട്ട് നടക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണാത്തതും നീ കാണുമോനെ, ഞാൻ എത്താത്തിടത്തും നീ എത്തുമോനെ എന്നതാണ്. ഞാനൊരു സിംബോളിസം പറയുന്നു എന്ന് മാത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോട് കൂടി നമ്മൾ കാണുന്ന മാതാക്കളുണ്ട്, നമ്മളെ കാണുന്ന പിതാക്കളുണ്ട്. ആ ഓരോ പിതാക്കന്മാരെയും അവരുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ പോകലാണ്.